ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നോക്കാൻ പോകുന്നത്, ഇന്ന് നിങ്ങളൊരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഓക്കെ, അത് മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുക അതിനെക്കുറിച്ച്. ഓക്കെ, അതിനെക്കുറിച്ച് വരുന്ന കാർഡ്സും ഞാൻ പറയാം, ആ സിറ്റുവേഷനെ കുറിച്ച് എന്താണോ ഗൈഡൻസ് വരുന്നത് അത്. ആൻഡ് ഞാൻ ടൈമിംഗ് നോക്കാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആ കാര്യം എപ്പോൾ നടക്കും, അല്ലെങ്കിൽ എപ്പോൾ അതിലൊരു മാറ്റം വരും എന്ന രീതിക്ക് നമുക്ക് കുറച്ച് ടൈമിംഗ് കാർഡ്സ് കൂടി എടുത്തു നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മെയിൻലി ടൈമിങ്ങിൻ്റെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് പറയുന്നതും നമുക്ക് നോക്കാം. ഓക്കെ, സോ പൈൽ 2 വെച്ചു ഞാൻ. ഫസ്റ്റ് പൈൽ സിൽവർ കളർ ബുദ്ധ. ഓക്കെ, സെക്കൻഡ് പൈൽ ഗോൾഡൻ കളർ ബുദ്ധ. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയിട്ട് വേണ്ടത് ചൂസ് ചെയ്യാം. പൈൽ 1, പൈൽ 2. ഓക്കെ, നിങ്ങൾക്ക് നോക്കാം. നമുക്ക് നിങ്ങൾ മനസ്സിൽ ക്വസ്റ്റ്യൻ വിചാരിക്കുക, അതെപ്പോൾ നടക്കും എന്ന് അറിയേണ്ട എന്തെങ്കിലും ഒരു കാര്യം. എപ്പോൾ ജോലി കിട്ടുന്നോ, അല്ലെങ്കിൽ എപ്പോൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എപ്പോൾ വരും, ഈവൻ റിലേഷൻഷിപ്പിൻ്റെ ആവാം. ഓക്കെ, പേഴ്സൺ എപ്പോൾ കോൺടാക്ട് ചെയ്യും എന്ന രീതിക്ക് നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് തന്നെയായാലും ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് ആ സിറ്റുവേഷനെ കുറിച്ചും നോക്കാം ആൻഡ് അതിൻ്റെ ടൈം. സോ ലെറ്റ്സ് സി. ഇപ്പോൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ, അതിനൊരു ആൻസർ യൂണിവേഴ്സിൽ നിന്ന്. സിറ്റുവേഷൻ, പേജ് ഓഫ് കപ്സ്, ഇവിടെ നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവാം, നിങ്ങൾ അങ്ങോട്ട് ആരോടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പറഞ്ഞു കാണാം, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു കാണാം, രണ്ടുമാവാം. സോ ഇവിടെ അഗെയിൻ ഇവിടെ ജോലിയുടെ കാര്യത്തിലും ആവാം, കാരണം ഇത് കരിയറിൻ്റെയും ഒരു ഫീൽഡ് വരുന്നുണ്ട്. സോ ജോലിയുടെ ഒരു ഓഫർ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി നിങ്ങൾക്ക് ഓഫർ വന്നിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഡൗട്ട് ഉണ്ടാവും, എന്നിട്ട് അത് വേണോ വേണ്ടേ എന്ന രീതിക്ക്. ഇപ്പോൾ റിലേഷൻ ആയാലും ശരി, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ഇഷ്ടം പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ലതാണോ വേണോ എന്ന രീതിക്ക് ഒരു ചിന്ത എനിക്ക് കാണുന്നുണ്ട്. മേ ബി ജോലിയുടെയൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് നിങ്ങൾക്ക് ചിലത് പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും, പിന്നെ എന്തെങ്കിലും വിട്ട് മാറേണ്ട ഒരു കാര്യം കാണുന്നുണ്ട് ഇവിടെ. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്കൊരു ഡൗട്ട്, ദാറ്റ് ഇത് എടുക്കാൻ പറ്റുമോ വേണ്ടേ എന്ന രീതിക്ക് നിങ്ങൾക്കൊരു ചിന്തിക്കുന്ന പോലെ. അല്ലെങ്കിൽ പേഴ്സൺ വരുമോ എന്നുള്ള ക്വസ്റ്റൻ ആയിരിക്കാം, അങ്ങനെയാവാം. ബട്ട് മേ ബി വിട്ടുപോയ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളൊരു പേഴ്സൺ വിട്ടുപോയി, അപ്പോൾ തിരിച്ചു വരുമോ എന്നുള്ള ക്വസ്റ്റൻ ആയിരിക്കാം. ബട്ട് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ആക്ച്വലി ബാലൻസ്ഡ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ വളരെയധികം ബാലൻസ്ഡിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല. യെസ്, ആലോചിക്കുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ കാര്യത്തിനെക്കുറിച്ച്. ഓക്കെ, നിങ്ങൾ ഒരു ഡൗട്ടുണ്ട്, വരുമോ വരില്ലേ, അതോ കിട്ടുമോ കിട്ടില്ലേ എന്ന രീതിക്ക്, ജോലി കിട്ടുമോ, അങ്ങനത്തെ ഒരു ചെറിയൊരു മനസ്സിലൊരു സംശയമുണ്ട്. ബട്ട് നിങ്ങളിപ്പോൾ സ്റ്റേബിളായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ വളരെ കാമാണ്, നിങ്ങൾ ശാന്തമാണ്, നിങ്ങൾക്ക് അറിയാം ദാറ്റ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം വരും, ഓട്ടോമാറ്റിക്കലി വരും എന്ന രീതിക്ക് നിങ്ങളിപ്പോൾ എല്ലാം സ്വീകരിക്കാൻ തയ്യാറായ മട്ടിലാണ് ഇരിക്കുന്നത്. അതായത് എന്ത് വന്നാലും നമ്മൾ ഓക്കെ ആണ് എന്ന മട്ടിൽ, കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ഐ തിങ്ക് ഇപ്പോൾ ഉള്ളതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡുമാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് എന്താണോ അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. സ്ട്രെങ്ത് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായി കാണാം, മേ ബി ഒരു ജോലി നഷ്ടപ്പെട്ടു, അതായിരിക്കാം. ബട്ട് ഇവിടെ നിങ്ങൾ മേ ബി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ വേറെ എന്തെങ്കിലും വഴികൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, എവിടെയോ എല്ലാം കൊണ്ടും എനിക്ക് ഓവറോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ആങ്ഷ്യസ് അല്ല, നിങ്ങളൊരു ടെൻഷനിലൊന്നുമല്ല. ഓക്കെ, നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. മേ ബി അത് നമ്മൾ പറയില്ലേ, കുറേ അനുഭവിച്ച് കഴിയുമ്പോൾ വരുന്ന ആ ഒരു ശാന്തതയായിരിക്കും, എന്നിട്ട് ഇനി ടെൻഷൻ അടിക്കാൻ വയ്യ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ആക്ച്വലി പല വഴികളും ഓപ്പൺ ആയിരിക്കും ഓൾറെഡി. ഓക്കെ, റിലേഷൻഷിപ്പ് ആയാലും ശരി, അത് എവിടെയോ നിങ്ങൾ സ്വയം നിങ്ങൾ അവനവനിൽ ഒരു കണ്ടന്റ് കിട്ടിയ പോലെയാണ്, നിങ്ങളൊരു സാറ്റിസ്ഫൈഡ് ആയ പോലെയാണ് കാണുന്നത്. സോ ഇവിടെ യെസ്, അങ്ങനെ ഇരിക്കുമ്പോൾ ആക്ച്വലി യെസ്, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം വരും എന്നാണ്. ഓക്കെ, അതിപ്പോൾ ഒരു പേഴ്സൻ്റെ മെസ്സേജ് ആയാലും ശരി, ജോലിയുടെ കാര്യത്തിലായാലും ശരി, എന്ത് കാര്യമായാലും നിങ്ങൾക്ക് എന്തോ വരാൻ പോകുന്നുണ്ട്. ആൻഡ് ആ വരുന്ന കാര്യം നിങ്ങൾക്ക് നല്ലതാവും ചെയ്യും, അത് ഡെവലപ്പ് ആവും ചെയ്യും എന്നാണ് കാണുന്നത്. ഓക്കെ, സോ വാട്ട് എവർ ഇസ് കമ്മിങ് അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, ഒരു പുതിയ തുടക്കം തീർച്ചയായിട്ടും ഉണ്ട്, ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വരും എന്ന മെസ്സേജ് ആണെങ്കിൽ അങ്ങനെ അത് എന്ത് മെസ്സേജ് ആയാലും ശരി, ഇപ്പോൾ ജോലിയുടെ കാര്യത്തിൽ, കരിയറിൻ്റെ കാര്യത്തിൽ, നിങ്ങൾ വിസ അപ്ലൈ ചെയ്തു, എന്ത് തന്നെ ആയാലും ശരി, ഓക്കെ, അത് നിങ്ങൾക്ക് വരുന്ന ഒരു കാര്യം, അത് വളരെ നിങ്ങൾക്ക് നല്ലതുമാണ് വരുന്നത്. ആൻഡ് അത് നിങ്ങൾക്ക് ശരിക്കും മാച്ചായ ഒരു കാര്യമാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു എനർജിയാണ് മെയിൻലി. കാരണം നിങ്ങളിവിടെ വളരെ ബാലൻസ്ഡ് ആണ്. ഇപ്പോൾ ശരിക്കും ബുദ്ധ വെച്ചത് കറക്റ്റായി തോന്നുന്നു. നിങ്ങളിപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാം എന്തായാലും ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും. ഓക്കെ, നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങളായിരിക്കും.
ഓക്കെ, നിങ്ങൾക്ക് ഗ്രോത്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, സോ അല്ലാതെ നിങ്ങൾ സ്വീകരിക്കില്ല, അതാണ് സംഭവം, വേറെ ഒന്നുമല്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിലും ഇതിലൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്കിനി വേറെ ഒന്നും വേണമെന്നില്ല, നിങ്ങളെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കിനി ഒന്നും ആവശ്യമില്ലാത്ത മട്ടിലാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇമോഷൻസിനെ പിന്നിൽ ഉപേക്ഷിച്ച പോലെ എന്നൊക്കെ തോന്നി എനിക്ക് പെട്ടെന്ന്. ഈ ഒരു വെള്ളത്തിൻ്റെ ആക്ച്വലി ഇതിലും ഉണ്ടായിരുന്നു. സോ എവിടെയോ നിങ്ങൾ ഇമോഷൻസ് നിങ്ങൾ മാറിയിട്ടുണ്ട്, നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, സോ എനിവേ നമുക്ക് നോക്കാം ഇത് എപ്പോൾ വരും, നിങ്ങൾ ഈ കാത്തിരിക്കുന്ന കാര്യം. എന്നാലും ഒരു ഉണ്ട് അല്ലേ, നമ്മുടെ മനസ്സിലൊക്കെ ഒരു ചിന്തയുണ്ടാവും, വരുമോ വരില്ലേ, അത് എപ്പോൾ വരുമോ ആവോ എന്ന രീതിക്ക് ഒരു തോട്ട് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. പക്ഷെ അത് നിങ്ങൾ ടെൻഷൻ ആക്കുന്ന തരത്തിലല്ല, പക്ഷെ ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എപ്പോഴായിരിക്കും. നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ്. ഓക്കെ, ഒരുപാട് ദൂരമായിപ്പോയി. നെക്സ്റ്റ് വീക്സ് ലുക്സ് പ്രോമിസിങ്. ഓക്കെ, കുറച്ചുകൂടി ബെറ്റർ. നെക്സ്റ്റ് ഫോൾ, ജൂലൈ. ഓക്കെ, ആക്ച്വലി 21 and 12 ഉണ്ട്. ഇത് കുറച്ചുകൂടി എനിക്ക് മാച്ചായി തോന്നുന്നുണ്ട് കുറച്ച് പേർക്ക്. ഇപ്പം നിങ്ങളിപ്പോൾ വലിയ കാര്യമാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു ജോലിയിൽ എന്തെങ്കിലും പ്രൊമോഷൻ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും കുറച്ച് വലിയ കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഇത് വരും എന്നൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട്. അത് അത്രയ്ക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ചില സമയത്ത് നമുക്ക് ഒരു ഇൻഡിക്കേഷൻ മാത്രമായിരിക്കാം. അടുത്ത 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ വിചാരിക്കുന്നതിലും മേലെ എവിടെയെങ്കിലും എത്തും എന്നുള്ള രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയും നിങ്ങൾ ഡെവലപ്പ് ആവും എന്ന രീതിക്കാണ്. ഓക്കെ, ആൻഡ് അതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടുന്ന് നെക്സ്റ്റ് വീക്ക് ലുക്സ് പ്രോമിസിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു അടുത്ത ആഴ്ചയാണ് വളരെ പ്രോമിസിങ് ആയിട്ട് തോന്നുന്നത്. 2 ആഴ്ച തൊട്ട് അടുത്ത 2 വർഷം നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച തൊട്ട് ഒരു 2 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ഫോളും ഉണ്ട്. ഫോൾ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ഓഗസ്റ്റ് സമയമൊക്കെയാണ്, ഓഗസ്റ്റിൻ്റെ അടുത്താണ്. ഓക്കെ, സോ ഈ സമയങ്ങൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും റെസനേറ്റ് ആവാം, എന്തെങ്കിലും തരത്തിൽ മേ ബി നിങ്ങളുടെ മനസ്സിലൊരു ഗോൾ ഉണ്ടാവാം, ചിലപ്പോൾ അടുത്ത 2 വർഷത്തിൻ്റെ ഉള്ളിൽ എന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങളൊരു ഗോൾ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവാം, അതായിരിക്കാം. ആൻഡ് ഇവിടെ അടുത്ത ആഴ്ച എന്തായാലും പ്രോമിസിങ് ആയിട്ട് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുടെ ഒരു ചേഞ്ച് അടുത്ത ആഴ്ച തൊട്ട് തന്നെ കാണാൻ തുടങ്ങും. ജൂലൈ ഉണ്ട്, ജൂലൈ ഓഗസ്റ്റ് നമുക്ക് രണ്ടും ഇവിടെ ആ ഒരു ഫോൾ ടൈമിൻ്റെ വരുന്നുണ്ട്. സോ ആൻഡ് 21 ഉം 12 ഉണ്ട്. സോ എവിടെയോ ഇത് ഒരു കുറച്ചുകൂടി റെസനേറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അലൈൻ ആവാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഓൾറെഡി കിട്ടി അല്ലെങ്കിൽ ഓൾറെഡി വരുന്നു എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അലൈനായിട്ട് എത്രയും പെട്ടെന്ന് വരും. ഓക്കെ, ഈ 2 ഇയേഴ്സ് വേറെ എന്തോ ഒരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങൾ ഒന്ന് ഇതാക്കി നോക്കാം. എവിടെയെങ്കിലും ഒരു 2 വർഷത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കായിരിക്കും. ഓക്കെ, സോ യെസ്, നിങ്ങൾക്കൊരു വിത്തിൻ നെക്സ്റ്റ് വീക്ക് കാണുന്നുണ്ട്, ഫോൾ കാണുന്നുണ്ട്. സോ എൻ്റെ ഇവിടെ ജൂലൈ ആയിരുന്നു, ജൂലൈ ഓഗസ്റ്റ് ആൻഡ് നെക്സ്റ്റ് വീക്ക്. സോ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ എത്രത്തോളം അതിൽ അലൈൻഡ് ആണ് അതിനനുസരിച്ച് ഫാസ്റ്റായിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കാം. ഓക്കെ, കാര്യം ചെയ്ത് എടുക്കുന്നില്ല ബിക്കോസ് ഓക്കെ, സെക്കൻഡ് പൈലിലേക്ക് പോകാം. നമുക്ക് ഈ ടൈമിംഗ് എടുക്കുമ്പോൾ ഈ കാർഡ്സിൻ്റെ അതാണ്. സെക്കൻഡ് പൈൽ നമ്മൾ ഗോൾഡൻ ചൂസ് ചെയ്ത ആൾക്കാർക്ക്, ഗോൾഡൻ ബുദ്ധ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ റെഡിയാക്കിക്കോളൂ. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു സിറ്റുവേഷനും ഒരു ടൈമിങ്ങും വെച്ച് നമുക്ക് നോക്കാം. സിറ്റുവേഷൻ ആൻഡ് ടൈമിംഗ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ. സെക്കൻഡ് പൈൽ 6 of Wands, 8 of Pentacles, ഓക്കെ, 3 of Wands. ഇത് മെയിൻലി നിങ്ങൾക്കിവിടെ ജോലിയുടെ കാര്യമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, കൂടുതലും ഇതൊരു ഡ്രീം, നിങ്ങളുടെ ഒരു ജോബിനെ കുറിച്ചാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ പയൽക്കാർക്ക് അതാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒരു സക്സസ് നിങ്ങളുടെ ജോലിയിൽ, കരിയറിൽ. ഓക്കെ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ, നിങ്ങൾക്ക് സക്സസ് വരിക, അതായത് മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങൾ ചെയ്യുന്ന വർക്ക് എല്ലാവരും ഒന്ന് തിരിച്ചറിയണം എന്നുള്ളൊരാഗ്രഹം. ഓക്കെ, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു കാര്യം അതിൻ്റെ റിസൾട്ട് എപ്പോൾ വരും എന്ന രീതിക്കായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഓക്കെ, ആ ഒരു മേ ബി നിങ്ങൾ ജയിക്കുമോ എന്നുമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ജയിക്കുമോ എന്ന രീതിക്ക് ചിന്തയുണ്ടാവാം, അതിൻ്റെ റിസൾട്ട് എപ്പോൾ വരും എന്ന ചിന്തയുണ്ടാവാം. ഇവിടെ 3 of Wands നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. സോ നിങ്ങൾ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഫ്യൂച്ചറിൽ എന്തോ നിങ്ങൾ മേ ബി ഒരു യാത്ര പോകാൻ ആലോചിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നതായിരിക്കാം. അതിന് എപ്പോഴാണ് സമയം, എപ്പോഴാണ് അതിന് ടൈം ആവുക എന്ന് ചോദിക്കുന്ന പോലെയുണ്ട് ഇവിടെ. കൺഫ്യൂഷൻ ഉണ്ട് ലേശം. ഐ തിങ്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. ബട്ട് ഇവിടെ നിങ്ങൾ
എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഓക്കെ, നിങ്ങളുടെ ജോലിയിൽ വർക്കിലാണെങ്കിൽ യെസ് നിങ്ങൾക്ക് അതിനുള്ള അപ്രിസിയേഷൻ കിട്ടും, നിങ്ങൾക്ക് അതിന് തീർച്ചയായിട്ടും ഒരു സക്സസ് കാണുന്നുണ്ട്, പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ മേ ബി ഒരു അബ്രോഡ് നിങ്ങൾ ആക്ച്വലി ഇത് നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ശരി ഓക്കെ, അതിൽ നിങ്ങളൊരു സക്സസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടാൻ സാധിക്കും. ആൻഡ് ഇവിടെ ചാരിയറ്റ് ഉണ്ട്. സോ ഇവിടെ ഒരു അഗൈൻ ഒരു ഫോർവേഡ് മൂവ്മെൻ്റ് ആണ് എനിക്ക് കാണുന്നത്. ഇതും നമ്മളൊരു യാത്രയുടെ പറയാറുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു യാത്ര വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ അതിനുള്ള വെയിറ്റിംഗ് ആയിരിക്കാം, അതെപ്പോൾ ആവും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അതായിരിക്കും ഓക്കെ. സോ ഐ തിങ്ക് ബട്ട് എന്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് വളരെ ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഓക്കെ. നിങ്ങൾക്കൊരു അഭിവൃദ്ധി ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും എന്ന രീതിക്കാണ് അഗൈൻ മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ട് മനസ്സിൽ ഓക്കെ, ഏത് വഴിക്ക് പോകണം എന്ന രീതിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ കാണുന്നുണ്ട് ഇവിടെ. മനസ്സൊരു അല്പം കൺഫ്യൂസ്ഡ് ആണ് കാരണം ഇവിടെ ആക്ച്വലി പക്ഷേ എല്ലാം പോസിറ്റീവാണ്. 9 of Cups, oh my God ഓക്കെ, എല്ലാം പോസിറ്റീവാണ്. സോ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ അത് തീർച്ചയായിട്ടും നടക്കും. പക്ഷെ അത് മേ ബി ഒരു ഇപ്പം നിങ്ങളുടെ മുമ്പിൽ മനസ്സിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, ദറ്റ് ഇത് നടക്കുമോ ഇല്ലേ എന്ന രീതിക്ക്, അല്ലെങ്കിൽ എപ്പോൾ നടക്കും എന്നൊക്കെ ഒരു ചിന്തയായിരിക്കാം. സോ ലെറ്റ്സ് സീ, നമുക്കൊരു ടൈമിംഗ് കൂടി നോക്കാം. കുറച്ച് പേർക്ക് മാരേജിൻ്റെ കാര്യമാവാം ഓക്കെ. മാരേജ്, ഈവൻ റിലേഷൻഷിപ്സ് അതും ആവില്ല എന്നല്ല, ജസ്റ്റ് കൂടുതലും എനിക്ക് ഒരു കരിയറിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് തോന്നിയത്. ലെറ്റ്സ് സീ, ഇറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി ഓക്കെ, അത് വരുന്നുണ്ട് എന്നാണ് പറയുക. ഇറ്റ്സ് ഹാപ്പനിങ് നൗ, ടൈം ഇസ് ഫ്രോസൺ. നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നുണ്ട്. ഇത് ഐ ഡോണ്ട് തിങ്ക് ഓക്കെ, ഇത് വേണ്ട. എനിക്കിത് ടൈം ഇസ് ഫ്രോസൺ എന്ന് പറയുന്നുണ്ട്, അതായത് സമയം നിന്നുപോയ പോലെ. മേ ബി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും, ദറ്റ് സമയം നീങ്ങുന്നില്ല, സമയം പോകുന്നില്ല, നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൻ്റെ റിസൾട്ട് വരുന്നില്ല, എന്താണ് ഇത്ര ഡിലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഓക്കെ. ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം ആഗ്രഹിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത കാര്യമായിരിക്കും ഓക്കെ. അതിപ്പോൾ അഗൈൻ റിലേഷൻഷിപ്പും ആവാം, മാരേജ് ആവാം ഓക്കെ, കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം, എന്തുമാവാം. സോ ഇവിടെ ഇറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ, എന്തായാലും അത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്, ഉറപ്പാണ്. എൻ്റെ ഈ കാർഡും അതിനെ പറയാം, ഫ്യൂച്ചറിലേക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് കാണുന്നുണ്ട്, അത് വരുന്നുണ്ട് എന്നാണ് ഈ കാർഡ്. നമ്മൾ അങ്ങനെ പറയാം, സംതിങ് ഈസ് കമ്മിങ് എന്ന് പറയും ഓക്കെ. സോ എന്തോ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്ന ന്യൂസ് ആയിരിക്കാം, റിസൾട്ട് ആയിരിക്കാം ഓക്കെ, ഒരു പ്രൊമോഷൻ ആയിരിക്കാം, ജോലി ആയിരിക്കാം, വോട്ടെവർ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വരുന്നുണ്ട്. നിങ്ങൾ ചെയ്ത എഫേർട്ടിന് നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് തിരിച്ച് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഹാപ്പനിങ് നൗ എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വളരെ ലൈക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് വരുന്നത്. ഇപ്പോൾ നടക്കും, എത്രയും പെട്ടെന്ന് നടക്കും എന്നാണ് പറയുന്നത്. ഒരു സമയമായിട്ട് തന്നിട്ടില്ല. ടൈം ഇസ് ഫ്രോസൺ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ആക്ച്വലി 5 ഉണ്ട് ഇവിടെ, എവിടെയോ സമയം മാറുന്നുണ്ട് എന്നൊരു ഇൻഡിക്കേഷൻ കൂടിയാണ്. ഒരു ചേഞ്ച് ഇവിടെ വരുന്നുണ്ട് എന്ന രീതിക്കാണ്. ആൻഡ് 9 of Cups എവിടെയോ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് അധികം ഇനി വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, നിങ്ങളുടെ വെയിറ്റിംഗ് അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കുള്ളത് വരുന്നുണ്ട്, വളരെ ഫാസ്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നടക്കും എന്നാണ് വന്നത് ഓക്കെ. അതെന്ത് കാര്യമായാലും ശരി, നിങ്ങളുടെ ആഗ്രഹം ഫുൾഫിൽ ആവുന്ന രീതിക്കാണ് ഓക്കെ. കുറച്ച് പേർക്ക് അഗൈൻ മാരേജ് ഓഫർ, കുറച്ച് പേർക്ക് സന്തോഷം, പ്രൊമോഷൻ, വോട്ടെവർ. നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ട് ഒരുപാട് ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ വെയിറ്റിംഗ് ഇസ് ഓവർ നൗ ഓക്കെ. ഇറ്റ്സ് ഹാപ്പനിങ് നൗ എന്ന രീതിക്കാണ് നിങ്ങൾക്ക്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് ഒന്നും അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കിട്ടുന്നുണ്ടാവില്ല, അതുകൊണ്ടുള്ള ഒരു വിഷമമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നത്. ബട്ട് യെസ് വരുന്നുണ്ട് ഓക്കെ. സോ നിങ്ങൾക്കുള്ള മെസ്സേജ് അതാണ് ഇന്നത്തെ. ഞാൻ കൂടുതലൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ഓക്കെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.